പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷ പഠനത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ എത്തിയിരിക്കുകയാണ്. 14-ാം അധ്യായം മുതൽ കർത്താവിൻ്റെ പീഡാനുഭവ രംഗങ്ങളോട് നമ്മൾ വളരെയധികം അടുക്കുകയാണ്. നമുക്ക് ഏറ്റവും ആഴത്തിൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കാൻ 14, 15 അധ്യായങ്ങളിൽ നമുക്ക് ദൈവവചനം ധ്യാനിക്കാനായിട്ട് ഇടയാവും. 14, 15, 16-ാമത്തെ അധ്യായം യേശുവിൻ്റെ ഉത്ഥാനം വിവരിക്കുന്ന അധ്യായമാണ്. അപ്പോൾ ഈ 2 അധ്യായങ്ങൾ, 14-ാം അധ്യായവും 15-ാം അധ്യായവും വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. നമുക്കത് വളരെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ പാഷൻ നെറേറ്റീവ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുമ്പോൾ മർക്കോസ് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. മർക്കോസ് ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം 2 ചോദ്യങ്ങളാണ് ഈ ഭാഗം അവതരിപ്പിക്കാൻ അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചത്. അല്ലെങ്കിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് മർക്കോസ് ഈ സുവിശേഷത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇപ്രകാരം വളരെ അസാധാരണമായ വിധത്തിൽ പിടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത ഈ മനുഷ്യൻ ആരാണ്? മർക്കോസ് ഈ 14, 15 അധ്യായങ്ങളിലെ പീഡാനുഭവ വിവരണം നടത്തുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ വിധം കൊല്ലപ്പെട്ട ഈ വ്യക്തി ആരാണ്? രണ്ടാമത്തേത്, പ്രകാരം കൊല്ലപ്പെട്ട ഈ യേശുവിൻ്റെ മരണം എനിക്ക്, എൻ്റെ ജീവിതത്തിന് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? അത് എനിക്കെങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? അപ്പോൾ ഈ 2 ചോദ്യങ്ങളാണ് മർക്കോസ് ചോദിച്ചതും നമ്മൾ ചോദിക്കേണ്ടതും. ഈ ഭാഗം വായിക്കുമ്പോൾ യേശു ആരാണ്, എന്താണ് യേശുവിനെക്കുറിച്ച് കൂടുതൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്? 2, യേശു എൻ്റെ ജീവിതത്തിന്, ഈ പീഡാനുഭവ വിവരണം വായിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഈ വിവരണം നമ്മൾ വായിക്കുമ്പോൾ, ഇതിലെ ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ ഇതെന്നോടെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഇനിയുള്ള ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവിതത്തിന് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ മിഴിവാർന്ന ഒരു വിവരണമായിട്ട് മാറും. ഈ ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഒന്ന്, യേശു ആരാണ്, എന്താണ് യേശുവിൻ്റെ വ്യക്തിത്വം ഇതിലൂടെ മനസ്സിലാവുന്നത്? രണ്ടാമത്തേത്, ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന, കൊല്ലപ്പെടുന്ന ഈ വ്യക്തി എന്നോടെന്താണ് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഭാഗം എന്നോടെന്താണ് സംസാരിക്കുന്നത്? ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇനി 14-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണാൻ പോകും, നമ്മൾ ഇതുവരെ പെസഹ പീഡാനുഭവ വാരത്തിലെ ഞായറാഴ്ച കണ്ടു, തിങ്കളാഴ്ച കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ബുധനാഴ്ച വൈകുന്നേരം വരെയുള്ള ഭാഗമാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഹോളി വീക്കിലെ ട്യൂസ്ഡേ ഈവനിങ് ടു വെനസ്ഡേ ഈവനിങ്, ആ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ കർത്താവ് വിശ്വസിക ഈ തൻ്റെ മരണത്തെ കർത്താവ് ഒരു പ്രത്യേക വിധത്തിലാണ് ഒരുക്കുന്നത്. തൻ്റെ മരണത്തിന് വേണ്ടി യേശു തയ്യാറെടുക്കുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. നമുക്ക് 1-ാമത്തെ വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. പെസഹായ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനും 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ ആശയം. ഈശോ തൻ്റെ മരണത്തിൻ്റെ സെറ്റിംഗ് ഒരുക്കുന്നത് പെസഹായുടെ പശ്ചാത്തലത്തിലാണ്. പഴയ നിയമത്തിലെ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു കൊല്ലപ്പെടാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നത്. അതിന് പല അർത്ഥങ്ങളുണ്ട്, പല സാങ്കത്യങ്ങളുണ്ട്, നമുക്ക് വഴിയെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, യേശു തൻ്റെ മരണത്തിന് തിരഞ്ഞെടുത്തത് പെസഹ തിരുനാളിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെസഹ തിരുനാളിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണെങ്കിലും ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ അതൊന്ന് സജീവമായി നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ ദൈവം വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാചരണമായിരുന്നു പെസഹ തിരുനാൾ. അപ്പോൾ ഈ പെസഹ അവരുടെ കലണ്ടറിലെ നീസാൻ മാസം
14-ാം തീയതിയാണ് ഈ പെസഹ ആരംഭിക്കുന്നത്. യഹൂദൻ്റെ കലണ്ടറിൽ നമ്മുടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒക്കെ പോലെ അവരുടെ മാസം, അവരുടെ വർഷം ആരംഭിക്കുന്ന മാസമാണ് ഈ നീസാൻ മാസം. 14-ാം തീയതിയാണ് പെസഹ തിരുനാൾ. അപ്പോൾ നീസാൻ മാസം 14-ാം തീയതി, ഈ ഡീറ്റെയിൽസ് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. 14-ാം തീയതി ഉച്ചയ്ക്ക് ദേവാലയത്തിൽ വെച്ച് ആടുകളെ കൊല്ലുന്നതോടുകൂടി പെസഹ ആരംഭിക്കുന്നു. പെസഹ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആഘോഷമല്ല, ഇതൊരു ഒരാഴ്ചത്തെ തിരുനാളാണ്. അപ്പോൾ ഈ ഒരാഴ്ചയിലെ പെസഹ ആരംഭിക്കുന്നത് ദേവാലയത്തിൽ വെച്ച് പെസഹ കുഞ്ഞാടുകളെ കൊല്ലുന്നു. ആരംഭകാലത്ത് പെസഹ കുഞ്ഞാടിനെ കൊന്നിരുന്നത് ദേവാലയത്തിലല്ല, വീടുകളിലാണ്. എന്നാൽ ജെറുസലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് പെസഹ തിരുനാളിൽ വ്യത്യാസം വരികയും പെസഹായ്ക്ക് ആടുകളെ മുഴുവൻ കൊല്ലുന്നത് ദേവാലയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ലക്ഷക്കണക്കിന് ആടുകൾ കൊല്ലപ്പെടുന്ന ഒരു ദിവസമാണ് പെസഹ തിരുനാൾ. ലക്ഷക്കണക്കിന് ആടുകൾ, അതായത് ഏതാണ്ട് 20 ലക്ഷത്തോളം യഹൂദന്മാർ ജെറുസലേമിൽ എത്തുമായിരുന്നു എന്നാണ് പറയുന്നത് പെസഹ തിരുനാളിന്. യഹൂദ പുരുഷൻ നിർബന്ധമായും സംബന്ധിക്കേണ്ട 3 തിരുനാളുകളിൽ ഒന്നാണിത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, അതായത് ഇപ്പോൾ ഇന്ത്യയിലെ മട്ടാഞ്ചേരി, കേരളത്തിലെ മട്ടാഞ്ചേരിയിൽ താമസിക്കുന്ന ഒരു യഹൂദൻ യേശുവിൻ്റെ കാലത്ത് പെസഹ തിരുനാളിൽ സംബന്ധിക്കാൻ നിർബന്ധമായും ജെറുസലേമിൽ എത്തിയിരിക്കണം. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഒരു യഹൂദ പുരുഷൻ നിർബന്ധമായും സംബന്ധിക്കേണ്ട തിരുനാളാണ്. അങ്ങനെ ഏതാണ്ട് 20 ലക്ഷത്തോളം 2 മില്യൺ 20 ലക്ഷത്തോളം യഹൂദന്മാർ ജെറുസലേമിൽ തമ്പടിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇതാരംഭിക്കുന്നത് നീസാൻ മാസം 14-ാം തീയതി ഉച്ചയ്ക്ക് ദേവാലയത്തിൽ ആടുകളെ കൊല്ലുന്നതോടുകൂടിയാണ്. എന്നിട്ട് പുരുഷന്മാർ അല്ലെങ്കിൽ വീട്ടിലെ പുരുഷ പ്രജകളിൽ ആരെങ്കിലും ദേവാലയത്തിൽ വന്ന് അവർ ഈ ആടിനെ കൊണ്ട് കൊടുക്കണം. ആടിനെ കൊടുക്കുമ്പോൾ പുരോഹിതൻ ഈ ആടിനെ കൊല്ലും. ഞാൻ പീഡാനുഭവ വാരത്തിൻ്റെ വിവരണങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ പ്രസംഗങ്ങളുണ്ട്. അതിനകത്ത് ഇതിൻ്റെ എങ്ങനെയാണ് കൊല്ലുന്നത്, കൊന്നിട്ട് എങ്ങനെയാണ് തൂക്കിയിടുന്നത്, അതിൻ്റെ രക്തം ഒഴിക്കുന്നത് എവിടെയാണ്, അതിൻ്റെ വിവരണങ്ങളെല്ലാം നേരത്തെ തന്നിട്ടുണ്ട്. കൂടുതൽ അറിയേണ്ടവർ അത് കാണുക. അപ്പോൾ ഇങ്ങനെ പുരോഹിതന്മാർ ആടിനെ കൊന്നതിന് ശേഷം അതിനെ ചുട്ട് ഓരോ കുടുംബത്തിനും കൊടുത്തുവിടും. അങ്ങനെ വൈകിട്ട് അവരെന്ത് ചെയ്യും? വീടുകളിൽ വെച്ച് പെസഹ ഭക്ഷിക്കും. മട്ടാഞ്ചേരിയിലുള്ള ഒരു യഹൂദന് മട്ടാഞ്ചേരി കൊണ്ടുവന്ന് ഭക്ഷിക്കാൻ അനുവാദമില്ല. ഈ വിശുദ്ധ നഗരത്തിൻ്റെ അതിർത്തിക്കകത്ത് വെച്ച് വേണം പെസഹ ഭക്ഷിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? പെസഹ എവിടെയെങ്കിലും വെച്ച് ഭക്ഷിക്കാൻ അനുവാദമില്ല. പെസഹ ഭക്ഷിക്കുന്നത്, ആടിനെ കൊല്ലുന്നത് ദേവാലയത്തിലാണ്. ആടിനെ കൊന്നതിന് ശേഷം ഓരോ കുടുംബത്തിനും വേണ്ട ആടിനെ ദേവാലയത്തിൽ നിന്ന് കൊടുത്തു വിടുന്നു. ആ ആടുമായിട്ട് കുടുംബനാഥൻ വീട്ടിലേക്ക് ചെല്ലുന്നു. വൈകുന്നേരം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പെസഹ ഭക്ഷിക്കുന്നു. അപ്പോൾ വീടുകളെന്ന് പറയുമ്പോൾ വിശുദ്ധ നഗരത്തിനകത്ത് വെച്ച് വേണം ഭക്ഷിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഒലിവ് മലയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം അവർ കൂടാരങ്ങൾ കെട്ടി തമ്പടിച്ചിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് വിശ്വസിക്കുക പെസഹ ഭക്ഷിക്കുന്നതിന് ഒരു വീട് തനിക്ക് വേണ്ടി തയ്യാറാക്കാൻ ശിഷ്യന്മാർ, അത് സിറ്റിക്കകത്തുള്ള ഒരു വീടാണ്, സിറ്റിയുടെ അതിർത്തിക്കകത്തുള്ളൊരു വീടാണ്. അപ്പം അങ്ങനെ നീസാൻ മാസം 14-ാം തീയതി ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ആടുകൾ കൊല്ലപ്പെടുന്നതോടുകൂടി പെസഹ ആരംഭിക്കുന്നു. വൈകുന്നേരം അവർ ഓരോ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ വിശുദ്ധ നഗരത്തിൻ്റെ അതിർത്തിക്കകത്ത് വെച്ച് പെസഹ ഭക്ഷിക്കുന്നു. 3 സംഗതികളാണ് അവർ ഭക്ഷിക്കുന്ന ഭക്ഷണ വിഭവത്തിനകത്തുള്ളത്. ഒന്നാമത്തേത് ഈ ആടിൻ്റെ മാംസം. രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പം. പുളിപ്പില്ലാത്ത അപ്പം അവർ ഈജിപ്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ അപ്പം പുളിക്കുന്നതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അങ്ങനെ ഒരു വേഗത്തിൽ പുറത്ത് കടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പുളിപ്പില്ലാത്ത അപ്പം അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. ഈജിപ്തിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് കടന്നതിൻ്റെ ഓർമ്മയ്ക്കായി. പിന്നെ
പെസക കുഞ്ഞാടിനോടൊപ്പം അവർ ഭക്ഷിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് കയ്പുള്ള ഇലകൾ, ബിറ്റർ ഹെർബ്സ്. അത് കയ്പുള്ള ഇലകൾ അവർ ഭക്ഷിച്ചിരുന്നത് ഈജിപ്തിലെ 400 വർഷത്തെ കയ്പേറിയ അടിമത്തത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ ചുട്ടെടുത്ത ആടിൻ്റെ മാംസം, ഈജിപ്തിലെ 400 വർഷത്തെ കയ്പേറിയ ജീവിതത്തിൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷിക്കുന്ന കയ്പിലകൾ, അതുപോലെ തിടുക്കത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അപ്പം പൊളിക്കാത്തത് കൊണ്ട് തിടുക്കത്തിൽ പുറത്തു കടന്നതിൻ്റെ, ദൈവം അവരെ പെട്ടെന്ന് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കടത്തിക്കൊണ്ട് വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുളിപ്പില്ലാത്ത അപ്പം. ഇത്തരം കാര്യങ്ങളാണ് അവർ ഭക്ഷിക്കുന്നത്. പിന്നെ ഓരോ വീടിൻ്റെയും പടിവാതിൽക്കൽ രക്തം തളിക്കണം എന്ന പഴയ നിയമത്തിലെ നിയമവും നിബന്ധനയും. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പെസഹ അവർ ഭക്ഷിക്കുന്ന ഈ പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും തിരുനാളിന് 2 ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 14-ാം അധ്യായം 1-ാം വാക്യം പറയുകയാണ്, പെസഹായ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിന്. ഇനി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പെസഹ നീസാം മാസം 14-ന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇവർ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കാൻ പാടില്ല, വീട്ടിൽ പുളിപ്പുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരാഴ്ച കാലമാണ് പെസഹ തിരുനാൾ. പെസഹ തിരുനാൾ എപ്പോഴും ഓർത്തിരിക്കണം, ഒരു ദിവസമല്ല, ഒരാഴ്ചയാണ്. അപ്പോൾ ഈ 7-8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തിരുനാളിന് ഇടയിലാണ് കർത്താവ് യേശുമശിഹ തൻ്റെ മരണത്തെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഈശോയുടെ മരണവുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് പിന്നീട് കാണും. അങ്ങനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ജനതയെ പുറത്തു കൊണ്ടുവന്നതിൻ്റെ, വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ആചരിച്ചിരുന്ന പെസഹ തിരുനാളിൽ യേശു കൊല്ലപ്പെടുമ്പോൾ മർക്കോസ് പറയുകയാണ്, യേശുവിൻ്റെ മരണം ഒരു പുതിയ പുറപ്പാടാണ്, ഒരു പുതിയ എക്സോഡസാണ്. ഈ പുതിയ പുറപ്പാടിൽ പുതിയ മോശയാണ് യേശു. പഴയ നിയമത്തിൽ പഴയ നിയമ ജനതയെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മോശയെ പോലെ പുതിയ മോശയാണ് യേശു. അവൻ പുറത്തു കൊണ്ടുവരുന്നത് ഫിസിക്കൽ സ്ലേവറിയിൽ നിന്നല്ല, ഭൗതിക അടിമത്തത്തിൽ നിന്നല്ല, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജീവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പുറത്തു കൊണ്ടുവരുന്ന അഭിനവ മോശയാണ് യേശു. ആ പഴയ കൊല്ലപ്പെട്ട കുഞ്ഞാടിന് പകരം കൊല്ലപ്പെടുന്ന, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു. ഈ അർത്ഥങ്ങളെല്ലാം ഇങ്ങനെ ഈ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. നമുക്ക് പിന്നീട് അത് വിശദമായിട്ട് കാണാം. അപ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, പെസഹായ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനും 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നീസാം മാസം 14-ാം തീയതി ആവാൻ 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചൊവ്വാഴ്ച ദിവസം വൈകിട്ടാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. അടുത്ത വാക്യം, യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ആലോചിച്ചു കൊണ്ടിരുന്നു. അടുത്ത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർ യേശുവിനെ ചതിവിൽ പിടിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ചിന്തിക്കുന്നത്. ചതി, എങ്ങനെ വഞ്ചിക്കാം, വഞ്ചിച്ച് പിടിക്കാം, ചതിവിൽ പിടിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ 7-ാം അധ്യായം പഠിച്ച സമയത്ത് 7:21 മുതൽ 23 വരെ ഈശോ പറഞ്ഞിരുന്നു, പുറമേ നിന്ന് ഒരുവൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതല്ല ഒരുവനെ അശുദ്ധനാക്കുന്നത്, മറിച്ച് ഒരുവൻ്റെ അകത്തു നിന്ന് വരുന്നതാണ്. അങ്ങനെ അകത്തു നിന്ന് വരുന്ന മനുഷ്യനെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ അതിനകത്ത് ഈശോ പറഞ്ഞ ഒരു കാര്യമാണ് വഞ്ചന. വഞ്ചന. അപ്പോൾ വഞ്ചന ഒരാളെ അകത്തു നിന്നും അശുദ്ധമാക്കുന്നതാണ്, അകത്തു നിന്ന് അശുദ്ധമാക്കുന്നതാണ്. അങ്ങനെ ഈ വഞ്ചന, വഞ്ചിച്ചെങ്ങനെ പിടിക്കാം. അപ്പോൾ കർത്താവ് വിശ്വസിക്കുക. അപ്പോൾ ഇവരെല്ലാം ആലോചിച്ച് നോക്കേണ്ടത്, ഇവരെല്ലാം ആചാരപരമായി വിശുദ്ധരാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ വഞ്ചന കിടക്കുമ്പോൾ കർത്താവിൻ്റെ ഭാഷയിൽ അവർ അശുദ്ധരാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മളിത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ പുറമേയുള്ള ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നും മനുഷ്യർ ഒരാൾ ശുദ്ധനാണോ അശുദ്ധനാണോ എന്ന് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ പറയണം, ഇപ്പോൾ നീ കുളിച്ചോ, പള്ളി കയറുന്നതിന് മുമ്പ് കുളിച്ചോ, പ്രധാനപ്പെട്ടതാണ്, പള്ളി കയറുന്നതിന് മുമ്പ് കുളിക്കണം. പക്ഷെ ഒരാൾ പള്ളി കയറുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിലും അയാളുടെ മനസ്സിൽ ഈ വഞ്ചന, ദുഷ്ടത, വൈരാഗ്യം, വെറുപ്പ് ഇതൊക്കെ ഇല്ലെങ്കിൽ ആൾ ശുദ്ധനാണ്.
ഇപ്പോൾ ഒരാൾ കുളിച്ചു, 3 തവണ കുളിച്ചെന്ന് വെച്ചോ, 3 തവണ കുളിച്ചു, ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഉടുപ്പ് പള്ളിയിൽ കയറുന്നതിന് മുമ്പ് വീണ്ടും മാറി പുതിയ ഉടുപ്പിട്ടു. എന്നാൽ പോലും ഈ വഞ്ചന അതിന് ഒരാളുടെ അകത്തുണ്ടെങ്കിൽ അയാൾ എന്താണ്? അശുദ്ധനാണ്. നമ്മളെപ്പോഴും നമ്മുടെ തലയിൽ കിടക്കുന്ന വെളിയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എന്താ, ഒരാൾ അശുദ്ധനാവുന്നത് അയാളുടെ പുറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ല, അകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ മനുഷ്യർ എങ്ങനെ യേശുവിനെ ചതിവിൽ പിടിക്കാം? എന്തുകൊണ്ടാണെന്നറിയാം അവർ ചതിവിൽ പിടിക്കാം എന്ന് ചിന്തിക്കുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. അവർ പറഞ്ഞു തിരുനാളിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ? ജനങ്ങൾ ബഹളം ഉണ്ടാക്കുക. അതിനൊരു പശ്ചാത്തലമുണ്ട്. എന്തെന്നറിയാം? ഈ ജെറുസലേമിൽ യേശുവിന് വേണ്ടപ്പെട്ട ആളുകൾ അധികമില്ല. ജെറുസലേമിലുള്ള ആളുകൾക്ക് യേശുവിനെ വേണ്ടത്ര പരിചയവുമില്ല. പക്ഷേ ഗലീലയിൽ നിന്ന് 10,000 ആളുകൾ തിരുനാളിൽ വന്നിട്ടുണ്ട്. അവരുടെ ഹീറോയാണ് യേശു. അതുകൊണ്ട് ഗലീലയിൽ നിന്നുള്ള അനേകം ആളുകൾ ഇതിനകത്തുണ്ട്. അവർ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടാൽ അവർ പ്രതികരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ പറയുകയാണ്, നമുക്ക് എല്ലാവരും കാണുക വേണ്ട, മറിച്ച് നമുക്ക് ചതിവിൽ എങ്ങനെ പിടിക്കാം. അത് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവരെന്തിനാണ് യേശുവിനെ രഹസ്യത്തിൽ പിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണിത്. എന്തിനാണ് യൂദാസിനെ ഒറ്റിക്കൊടുക്കാൻ ഇവർ നിർബന്ധിച്ചത്, അല്ലെങ്കിൽ യൂദാസിൻ്റെ സഹായം വേണ്ടി വന്ന എന്തുകൊണ്ടാണ്? കാരണം യേശു ഒരു പബ്ലിക്ക് നിൽക്കുന്ന ആളാണ്. അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, നേരെ പോയി അറസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവർ രഹസ്യമായി വഞ്ചിച്ച് ചതിച്ച് എങ്ങനെ ഒളിവിൽ ഇവനെ പിടിക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു വഞ്ചനയ്ക്ക് അവർ പ്ലാൻ ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പീഡാനുഭവങ്ങളുടെ കഥയെടുത്താലും അതെല്ലാം ആരംഭിക്കുന്നത് എവിടെയാണ്? വഞ്ചനയിൽ നിന്നാണ്. മനസ്സിലായത്? എവിടെയോ ആളുകൾ സത്യസന്ധതയില്ലാതെ പെരുമാറിത്തുടങ്ങുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ പീഡാനുഭവങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നറിയാം? ദേഹോപദ്രവങ്ങളിൽ നിന്നല്ല, മറിച്ച് ഈ ചതിയിൽ നിന്നാണ്. ചതി എവിടെയാണ് സംഭവിക്കുന്നത്? ചതി സത്യസന്ധതയില്ലാതെ ഒരാൾ പെരുമാറി തുടങ്ങുന്നു. മനസ്സിലാകുന്നില്ലേ? ഇപ്പോൾ ഭാര്യ അറിയാതെ ഭർത്താവിന് ഫോണിൽ കുറച്ച് രഹസ്യങ്ങളുണ്ടാവുന്നു. ഒരു കുടുംബത്തിൻ്റെ പീഡാനുഭവങ്ങൾ ആരംഭിക്കുകയാണ് അവിടെ. ചതിയാണ്, ഒരു ചതി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു വഞ്ചന. ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് കുറച്ച് രഹസ്യങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അപ്പോൾ ചതിയാണ്. അപ്പോൾ ആ ചതിയിലാണ് ഒരു കുടുംബത്തിൻ്റെ കാൽവരി കയറ്റം ആരംഭിക്കാൻ പോകുന്നത്. മനസ്സിലായോ? സത്യസന്ധതയില്ലാത്ത സമീപനങ്ങളിൽ നിന്നാണ് പീഡാനുഭവത്തിൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത്. നമ്മളാണെങ്കിലും യേശുവിൽ നിന്ന് അകലാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഈ വഞ്ചനയാണ്, ഈ സത്യസന്ധതയില്ലായ്മ. അത് എവിടെയോ ഈശോയോടുള്ള ബന്ധത്തിൽ നമുക്കൊരു നേര് നഷ്ടപ്പെടുകയാണ്, ഒരു സത്യസന്ധത നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ഒരു ഫിഡലിറ്റിക്ക്, വിശ്വസ്തതയ്ക്ക് കുറവ് വരികയാണ്. ഒരു വഞ്ചകൻ പതുക്കെ തലപൊക്കി തുടങ്ങുകയാണ്. അങ്ങനെയാണ് യേശുവിൻ്റെ പീഡാനുഭവ രംഗം ആരംഭിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.